നിർമ്മൽ എബ്രഹാം ഉണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. നിർമ്മൽ എബ്രഹാം, ഇതാണ് CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട നെറേറ്റീവും ഇതാണ്, പ്രതിപക്ഷവും ഉയർത്തുന്ന ഒരു കാര്യം ഇതാണ്. നിലവിൽ 1949 കറാച്ചി എഗ്രിമെൻറ്റിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടന ഈ വിഷയത്തിൽ ഇടപെടാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. മറ്റൊരു മൂന്നാമത്തെ കക്ഷിയെ ഇന്ത്യ പാക് ബന്ധത്തിൽ കാശ്മീർ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. അതെപ്പോഴും എല്ലാ കാലത്തും ഒരു ഉഭയകക്ഷി വിഷയമായിരുന്നു. സിംല കരാറിൽ നമ്മളത് കൃത്യമായി എഴുതി ചേർത്തതുമാണ്. അതിനെ ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റും മാർക്ക് റൂബിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിലൊരു വ്യക്തത രാഷ്ട്രീയ നേതൃത്വം നൽകേണ്ട സാഹചര്യമുണ്ടോ? നമ്പർ 1 നിർമ്മൽ എബ്രഹാം. നമ്പർ 2, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, വെസ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ഡേർട്ടി പണി ചെയ്തതാണ് ഞങ്ങളെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാഹചര്യത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ വിമർശിക്കുന്നത് രാഷ്ട്രീയമായി യുക്തിയാകുമോ? നിർമ്മൽ എബ്രഹാം. ഇതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയുമ്പം അത് 100% ക്രെഡിറ്റും ട്രംപിന് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിന് നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കി അറിയാൻ പറ്റും. ട്രംപിൻ്റെ രീതി, ട്രംപ് എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരുപക്ഷെ പ്രോട്ടോക്കോൾ തെറ്റിച്ചു പോലും ആദ്യമേ കയറി ട്വിറ്ററിൽ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കി അറിയാം. ആദ്യത്തെ ടേമിൽ 2016 തൊട്ട് 20 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു യുദ്ധം പോലും തുടങ്ങിയിട്ടില്ല. 21-ാം നൂറ്റാണ്ടിൽ യുദ്ധം തുടങ്ങാത്ത ഒരേ ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണ് താൻ എന്ന് പറഞ്ഞാണ് 2024 മൊത്തം പ്രചരണം നടത്തി മിഷിഗൻ പോലുള്ള മുസ്ലിം പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സിൽ പോലും പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാം, റഷ്യ യുക്രൈൻ യുദ്ധം നിങ്ങൾ കണ്ണു തുറന്ന് എണീക്കുമ്പോഴത്തേക്ക് അവസാനിക്കും എന്ന് പ്രചരിപ്പിച്ചാണ് അദ്ദേഹം പ്രസിഡൻ്റായത്. ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള നാണക്കേടുകൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത്, റഷ്യ യുക്രൈൻ യുദ്ധം അതുപോലെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം വീണ് കിട്ടിയ ഒരു സുവർണ അവസരമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അതിൽ ട്രംപിൻ്റെ രീതിക്ക് എന്ന് പറഞ്ഞാൽ ഒരു PR വിന്നാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ആദ്യമേ കയറി അത് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ 100% ക്രെഡിറ്റും ട്രംപിനല്ല എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മൾ സാഹചര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മിലിറ്ററി എക്സ്പേർട്സും ഡിഫൻസ് എക്സ്പേർട്സും പറയുന്ന കാര്യമാണ്, പാകിസ്ഥാന് ഇതേ നിലയിൽ മറ്റൊരു സപ്പോർട്ടും ചൈനയോ മറ്റാരും ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മൂന്നാഴ്ചയ്ക്കപ്പുറം ഇത്തരത്തിലുള്ള ഇൻറ്റൻസിറ്റിയിൽ ഒരു വാർ ഇന്ത്യയുമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, ഇൻറ്റേർണലി നടക്കുന്ന ഇഷ്യൂസ് താങ്കൾ തന്നെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ബലോചിസ്ഥാനിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. ഏകദേശം ഈ വർഷം തന്നെ 171 അറ്റാക്കുകൾ, കഴിഞ്ഞ 4 വർഷം കൊണ്ട് 600ഓളം കൊലപാതകങ്ങൾ. ഇപ്പോൾ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ ഇൻഡയറക്ട്ലി സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊരു വശത്ത്. സിന്ധ് മേഖലയിൽ സിന്ധു ദേശത്തിന് വേണ്ടി JSMM എന്ന് പറഞ്ഞ JSMM എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഫൈറ്റ് ചെയ്യുന്നു. മറ്റൊരു വശത്ത് തെഹ്രീക്ക് താലിബാനോടെ പോലീസ് സ്റ്റേഷനുകൾ തകർക്കുന്നു, മിലിറ്ററി ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യുന്നു. PTI എന്ന് പറഞ്ഞ ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രൊട്ടസ്റ്റുകൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ അവസരം നോക്കിയിട്ട് സ്വന്തം കോalitionൻ്റെ ഭാഗമായിട്ടുള്ള പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി PPP പാർട്ടി പോലും ഇവരെ ഷഹബാസ് ഷെറീഫിനെ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നു, ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊന്നും കൂടാതെ ഇൻറ്റേർണലി അവർ ഫേസ് ചെയ്യുന്ന കടത്തിൻ്റെ പ്രശ്നം, കറണ്ടിൻ്റെ പ്രശ്നം, വെള്ളത്തിൻ്റെ പ്രശ്നം, വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം, ഇതെല്ലാം നിലനിൽക്കെ ഇന്ത്യ പോയി കാല് പിടിക്കേണ്ടി വന്നു എന്നൊരു നറേറ്റീവ് ഞാൻ വിശ്വസിക്കുന്നില്ല. കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നടന്നില്ലെങ്കിൽ, ട്രംപ് ഇടപെട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഈ യുദ്ധം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അവസാനിച്ചേനെ എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ടാണ് 100% ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. പക്ഷേ ട്രംപ് ചെയ്തത് അദ്ദേഹത്തിന് PR വിന്നാണ്. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അമേരിക്കയെ പിണക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അല്ല. താങ്കൾ പറഞ്ഞ കൃത്യമായിട്ടുള്ള പോയിൻ്റാണ്. കാരണം പാകിസ്ഥാനുള്ള ബന്ധം നോക്കിയാൽ പാകിസ്ഥാൻ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പ്രസീവായിട്ടൊരു സ്ഥലത്താണ്. കാരണം ലോകത്തെ 2ാമത്തെ വലിയ എക്കോണമി ആയിട്ടുള്ള ചൈന, അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവും ലോകത്തെ 2ാമത്തെ വലിയ എക്കോണമി ആയിട്ടുള്ള ചൈനയുടെയും ലോകത്തെ 4ാമത്തെ വലിയ എക്കോണമി ആയിട്ടുള്ള ഇന്ത്യയുടെയും കറക്റ്റ് ഒത്ത നടുക്ക് ഇരിക്കുന്നൊരു സ്ഥലം. ആ സ്ഥലത്തെ പാകിസ്ഥാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ചൈന പാകിസ്ഥാന് മേൽ കൺട്രോൾ ഉപയോഗിച്ച് ആ ഏരിയ പിടിച്ചടക്കാതിരിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാനെ പ്ലീസ് ചെയ്തുകൊണ്ട് നിർത്തുന്നത്. നാളെ ഒരുപക്ഷെ ഉപയോഗിക്കാൻ പോകുന്നത് 15-20 വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആയിട്ട് മാറിയ ഇന്ത്യയെ ന്യൂട്രലൈസ് ചെയ്യാനും പാകിസ്ഥാനെ അവർക്ക് വേണം. മാത്രമല്ല അഫ്ഗാനിലൊക്കെ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെ വളർത്തുകയും പിന്നീട് തളർത്തുകയും ചെയ്യുന്നൊരു അമേരിക്കയുടെ രീതിയുണ്ട്. ആ സമയത്തൊക്കെ ISIയുടെ സ്വഭാവം അവരെ പലപ്പോഴും ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. കാരണം ISI ഒരു വശത്ത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ലഷ്കർ ഇ തൈബയും ജയ്ഷ് ഇ മുഹമ്മദിനെയൊക്കെ ഇൻഫർമേഷൻ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നു. മറുവശത്ത് അമേരിക്കയെ 2001 അറ്റാക്കിന് ശേഷം അൽ-ഖായദയെ സഹായിക്കുന്നു. ഈ അടുത്ത് തന്നെ പാകിസ്ഥാൻ ഈ താലിബാനുമായിട്ടുള്ള പീസ് ടോക്സിന് സഹായിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് എപ്പോഴും പാകിസ്ഥാന് ആവശ്യമുണ്ട്. ഇന്ത്യയുടെ പ്രശ്നം എന്താ? ഇന്ത്യക്കിപ്പം ഈ വാർ ഇന്ത്യ പറഞ്ഞാൽ പാകിസ്ഥാൻ കേൾക്കുമോ? ഇല്ല. ചൈന പറഞ്ഞാൽ കേൾക്കും, പക്ഷേ ചൈന പറയുമോ? ഇല്ല. ഇന്ത്യയുടെ എക്കാലത്തെ രക്ഷകനായിട്ടുള്ള റഷ്യ അവരുടേതായ പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്നു. അങ്ങനെയുള്ളപ്പം ബാക്കി വരുന്ന ഒരേ ഒരു അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
ഈ സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്ന്, ഇന്ത്യക്ക് ഒരു ടിപ്പിംഗ് പോയിൻ്റ് ആണ്. അമേരിക്ക നമ്മളുമായിട്ട് അടുത്തുകൊണ്ട് വരുന്ന ഒരു സമയം, ഒരു ട്രേഡ് ഡീല് മുന്നോട്ട് വെച്ചിരിക്കുന്ന സമയം, ടാരിഫ്സിൽ നമുക്ക് അയവ് തന്ന സമയം, അതേപോലെ ഡിഫൻസ് ഡീലുകൾ, നിരവധി സൂയിസൈഡ് ഡ്രോണുകൾ, ജെറ്റ് എഞ്ചിനുകൾ, മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡാറുകൾ, ഇതെല്ലാം തരാൻ ഡീലുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള നിൽക്കുന്ന സാഹചര്യത്തിലും റഷ്യ ഇപ്പോൾ അവിടെ പെട്ടുകിടക്കുന്ന സാഹചര്യത്തിലും അമേരിക്കയെ വെറുപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവ് പറയാം, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല. നമ്മൾ ചില കാര്യങ്ങളിൽ ലക്ഷ്യവും മാർഗവും തമ്മിൽ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്കം നോക്കിയാൽ പോരെ. ഇതായിരുന്നില്ലേ നമുക്ക് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കുൾപ്പെടെ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഉള്ള സാധാരണക്കാർക്ക് വേണ്ടിയിരുന്നത് യുദ്ധം വലിയ പോറലില്ലാതെ ഒരാൾ പോലും മരിക്കാതെ അവസാനിപ്പിക്കണം. അതിനുശേഷം ഓപ്പറേഷൻ കെല്ലർ പോലെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെതിരെയും അവരുടെ ക്യാമ്പുകൾക്കെതിരെയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കാനുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഒറ്റ ഒരു വീഴ്ച പറ്റിയത്, 2 വീഴ്ചകൾ. തുടക്കത്തിൽ വന്ന സെക്യൂരിറ്റി വീഴ്ചയാണ് തീർച്ചയായിട്ടും അത്. കാരണം CP ജോൺ പറഞ്ഞ പോലെ ടെററിസ്റ്റുകൾ ആളുകളെ നിരത്തിപ്പിടിച്ച് പേര് ചോദിച്ച് മതം ചോദിച്ചൊക്കെ ചെല്ലണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഡിഫൻസ് വരുമെന്നോ ഒരു റിട്ടാലിയേഷൻ വരുമെന്നോ ഒരു ഭയം പോലും ഇല്ല. അത്ര ഫ്രീ ആയിട്ട് നിന്ന് അവർ അത്രയും ചെയ്തെങ്കിൽ അതൊരു ഇൻ്റലിജൻസ് വീഴ്ചയും സെക്യൂരിറ്റി വീഴ്ചയാണ്. മറുവശത്ത് ഈ നടത്തിയിട്ട് പോയവരെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ താടിയും മുടിയും വെട്ടി രൂപവും ഭാവവും മാറി ചിലപ്പോൾ ലോക്കൽ ക്രൗഡിനോടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കാണും. അതല്ലെങ്കിൽ രക്ഷപ്പെടാൻ അവിടെ ലോക്കൽ ഇൻഫോർമൻസ് കാണും, അതല്ലെങ്കിൽ ലോക്കൽ ആൾക്കാർക്ക് പേടി കാണും. എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മിലിറ്ററി ഇറക്കിയിട്ടും നമ്മുടെ കശ്മീർ പോലീസ് ഇറങ്ങിയിട്ടും നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇറങ്ങിയിട്ടും ഇത്രയും നാളും പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വീഴ്ചയാണ്. Debate with Dr. Arun Kumar.